കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലെ ഏറ്റവും ടോർക്ക് കൂടുതലുള്ള ഒരു എഞ്ചിനാണിത്. വെൽക്കം ടു പിസ്റ്റണൈസ്ഡ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മഹീന്ദ്രയുടെ XUV 300 ആണ്. തൃശ്ശൂരുള്ള എയർ മോട്ടോഴ്സാണ് നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എഞ്ചിൻ നോക്കാം. ഇതൊരു 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. 115 bhp 3750 RPMലും 300 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് 1500 to 2500 RPM റേഞ്ചിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണിത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഡിസൈൻ നോക്കാം. 2019 ഫെബ്രുവരി 14 XUV 300 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. അതിനുശേഷം വാഹനത്തിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടില്ല. പിന്നെ ഈ ഒരു വാഹനത്തിൽ എടുത്തു പറയേണ്ട കാര്യം, കൊറിയൻ കമ്പനിയായ സ്യാങ്യോങ്ങിൻ്റെ തിവോലി എന്ന മോഡലിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഡിസൈനിൽ തിവോലിയുമായി യാതൊരു സാദൃശ്യവുമില്ല. പക്ഷേ XUV 500ൻ്റെ അനിയനായിട്ട് വരും. വളരെ ഷാർപ്പായ ഡിസൈനാണ് XUV 300ൻ്റേത്. വളരെ പവർഫുള്ളായ ബോഡി ലൈൻസ് നമുക്ക് ബോണറ്റിൽ കാണാം. പിന്നെ ബ്ലാക്കും ക്രോമും കോമ്പിനേഷനുള്ള ഒരു ഗ്രില്ല് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും മുകളിലായി ഒരു ക്രോം സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ വളരെ ഷാർപ്പായ ഹെഡ്ലൈറ്റ്സ് ആണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ഇതൊരു പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് സെറ്റപ്പാണ്. 7 ഷേപ്പിലാണ് DRL പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ബമ്പറിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ ചുവട്ടിലായാണ് ഫോഗ് ലൈറ്റ്സും കൊടുത്തിട്ടുള്ളത്. ഫോഗ് ലൈറ്റ്സിന് ചുറ്റുവറും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമുക്ക് കാണാം. വലിയൊരു ബമ്പറാണ് വാഹനത്തിനുള്ളത്. ബമ്പറിൽ ഒരു ക്ലാഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും. അതിനോട് ചേർന്നാണ് എയർ ഡാം ഉള്ളത്. പിന്നെ ഒരു സ്കിഡ് പ്ലേറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കാം. 3995 mm നീളവും 2600 mm വീൽ ബേസും ഉണ്ട് ഈ ഒരു വാഹനത്തിന്. 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. വാഹനത്തിൻ്റെ 3 പില്ലറുകളും ബ്ലാക്കൻ ചെയ്തതാണ്. വാഹനത്തിൻ്റെ ചുറ്റുപുറം ഒരു ക്ലാഡിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ മസ്കുലറായ ബോഡി ലൈൻസാണ് സൈഡ് പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ളത്. ഒരു റൂഫ് റെയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു ORVM നമുക്ക് കാണാൻ സാധിക്കും. ORVM ഗ്ലാസ്സിന് ഹീറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ട്. മഴയത്ത് പോകുമ്പോൾ വളരെയധികം യൂസ്ഫുള്ളാണത്. 215, 55, R17 ആണ് ടയർ പ്രൊഫൈൽ. വളരെ സ്പോർട്ടിയായ ഡുവൽ ടോൺ അലോയ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണുള്ളത്. ഇനി സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ മാക്പിയസൺ സ്ട്രട്ടും ബാക്കിൽ ട്വിസ്റ്റ് ബീം വിത്ത് കോയിൽ സ്പ്രിങ്ങുമാണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് പ്രൊഫൈൽ നോക്കാം. വളരെ മനോഹരമായിട്ടാണ് ബാക്ക് പ്രൊഫൈലും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫുൾ LED ടെയിൽ ലൈറ്റ് യൂണിറ്റ് ആണ്. വളരെ രസകരമായ ബോഡി ലൈൻസ് നമുക്ക് ബാക്ക് പ്രൊഫൈലും കാണാൻ സാധിക്കും. ഇത് XUV 300ൻ്റെ ടോപ്പ് മോഡലാണ്. അതുകൊണ്ട് W8 എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് AMT വാഹനമായ കാരണം ഓട്ടോ ഷിഫ്റ്റ് എന്നൊരു ബാഡ്ജിങ്ങും നമുക്ക് കാണാം. XUV 300 എന്നൊരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ബാക്കിത്തെ ബമ്പറിൽ ഫോഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്കിഡ് പ്ലേറ്റും നമുക്ക് കാണാൻ സാധിക്കും. ബാക്കിൽ ഒരു സ്പോയിലർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ഉള്ളത്. പിന്നെ ഒരു ഡീഫോഗറും വൈപ്പറും റിയർ ഗ്ലാസ് ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. 259 ലിറ്ററാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബൂട്ട് മാറ്റ് നൽകിയിട്ടുള്ളത്. ഇനി സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ഒരു 16 ഇഞ്ച് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ബൂട്ട് ലാമ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 60-40 റേഷ്യോയിൽ മടക്കാൻ പറ്റുന്നൊരു സീറ്റാണ് ബാക്കിലുള്ളത്.
ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഉൾവശം നോക്കാം. ഡ്രൈവർ സൈഡ് ഡോർ നോക്കുകയാണെങ്കിൽ പവർ വിൻഡോസിൻ്റെയും മിററിൻ്റെയും കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. പിന്നെ ഒരു കുഷനിങ്ങും കൊടുത്തിട്ടുണ്ട്. ക്രോം ഫിനിഷുള്ളൊരു ഹാൻഡിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡോറിൽ നമുക്ക് വാർണിംഗ് ലാമ്പ് കാണാൻ സാധിക്കും. ഇത് രാത്രിയിലൊക്കെ വളരെയധികം യൂസ്ഫുള്ളാണ്. വളരെ കംഫർട്ടബിളായ ലെതർ ഫിനിഷുള്ള സീറ്റ്സാണിത്. വളരെ മനോഹരമായിട്ടാണ് XUV 300ൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബ്ലാക്കും വൈറ്റും നിറമുള്ള ഡുവൽ ടോൺ ഡാഷ്ബോർഡാണിത്. ഇനി സെൻട്രൽ കൺസോളിലേക്ക് വരികയാണെങ്കിൽ ഒരു 7-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് കാണാം. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവ യൂസ് ചെയ്യാൻ കഴിയും. ഒരു ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ഈ ഒരു വാഹനത്തിനുണ്ട്. അടിയിലായി ഹസാർഡ് ലൈറ്റിൻ്റെയും സീറ്റ് ബെൽറ്റ് വാർണിങ്ങിൻ്റെയും സ്റ്റീറിംഗ് മോഡിൻ്റെയും സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. കംഫർട്ട്, നോർമൽ, സ്പോർട്ട് എന്നീ 3 മോഡുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി AC കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഡുവൽ സോൺ AC ഉള്ളൊരു വാഹനമാണിത്. എന്ന് വെച്ചാൽ ഡ്രൈവറിനും കോ ഡ്രൈവറിനും ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ AC ഉപയോഗിക്കാം. അത് നമുക്ക് മെമ്മറി ഓപ്ഷനിലൂടെ സ്റ്റോർ ചെയ്യാനും സാധിക്കും. ഒരു ഫാസ്റ്റ് ചാർജിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്സിൻ്റെയും USB-യുടെയും പോർട്ടുകൾ നമുക്ക് കാണാം. പിന്നെ ഒരു 12 വോൾട്ട് ചാർജിങ് സോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റോറേജ് സ്പേസസ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസുള്ള ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ കഴിയും. എല്ലാ ഡോറിലും 1 ലിറ്റർ ബോട്ടിൽ സൂക്ഷിക്കാൻ കഴിയും. ആംറസ്റ്റിൻ്റെ അടിയിലും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് കാണാം. പിന്നെ ഫോൺ ചാർജ് ചെയ്യാൻ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സൺഗ്ലാസ് ഹോൾഡറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ് IRVM ആണ് കൊടുത്തിട്ടുള്ളത്. 2 റൂഫ് ലൈറ്റ്സ് നമുക്ക് കാണാം. ടോപ്പ് മോഡലിൽ ഒരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ലെതർ റൈഫ് ഫിനിഷുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണിത്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ക്ലസ്റ്ററും നമുക്ക് മൗണ്ടഡ് ബട്ടൺസ് ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്യാം. ക്രൂയിസ് കൺട്രോളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണിത്, പക്ഷേ ടെലിസ്കോപ്പിക് അല്ല. ഇതാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഒരു സ്പീഡോമീറ്ററും ഒരു ടാക്കോമീറ്ററും നമുക്ക് കാണാം. നടുവിലായി ഒരു MIDയും കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, 2 ട്രിപ്പ് മീറ്റേഴ്സ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കത്തെ സ്പേസിങ് നോക്കാം. നല്ലൊരു അണ്ടർ തൈ സപ്പോർട്ടും നീ റൂമും ലെഗ് റൂമും ഉണ്ട്. പിന്നെ ആവശ്യത്തിന് ഹെഡ് റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ 3 പേർക്ക് സുഖമായിരിക്കാം. ചെറിയൊരു ട്രാൻസ്മിഷൻ ടണലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ബാക്കത്തെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ആംറസ്റ്റിൽ കപ്പ് ഹോൾഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ഹെഡ് റെസ്റ്റുകൾ നമുക്ക് കാണാം. പിന്നെ അത്യാവശ്യം വലിയൊരു ഗ്ലാസ് ഏരിയയാണ്. പിന്നെ റൂഫ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. നമ്മളാദ്യം ഓട്ടോമാറ്റിക് മോഡിലാണ് ഇടുന്നത്. സാധാരണ AMT വണ്ടികളിൽ കണ്ടുവരുന്ന ഒരു ലാഗ് ഈ വാഹനത്തിലില്ല. വളരെ നല്ലൊരു ഇനീഷ്യൽ ആക്സിലറേഷൻ ആണ് ഉള്ളത്.
കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലെ ഏറ്റവും ടോർക്ക് കൂടുതലുള്ള ഒരു എഞ്ചിനാണിത്. ഓട്ടോമാറ്റിക്കൽ ഓടിക്കുമ്പോൾ 80 കിലോമീറ്റർ സ്പീഡിലെത്തുമ്പോഴേക്കും 6th ഗിയർ ആവും. ഗിയർ ബോക്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു 6 സ്പീഡ് AMT ഗിയർ ബോക്സ് ആണ്. ഡീസൽ എഞ്ചിന് മാത്രമേ AMT ഉള്ളൂ. പെട്രോൾ വേരിയൻറ്റിൽ AMT വരുന്നില്ല. പെട്രോളിൽ നമുക്കൊരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയൊരു സസ്പെൻഷനാണിത്. നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ടാണ് ഇത് സമ്മാനിക്കുന്നത്. ഇനി ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ആയ കാരണം വളരെ ഷാർപ്പായിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആണുള്ളത്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് മോഡ് നോക്കാം. നമ്മൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കംഫർട്ട് മോഡിലാണ്. അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ഫീലാണ് നമുക്കുള്ളത്. ഇനി നോർമൽ മോഡിലേക്ക് ഇടുമ്പോൾ സാധാരണ വാഹനങ്ങളിൽ കിട്ടുന്ന സ്റ്റിയറിംഗ് ഫീലാണ് കിട്ടുന്നത്. സ്പോർട്ടിലിടുമ്പോൾ കുറച്ച് സ്റ്റിഫായൊരു സ്റ്റിയറിംഗ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് 80 കിലോമീറ്ററിൻ്റെ മുകളിൽ പോകുമ്പോൾ ഉപയോഗിക്കാം. ഇനി നമുക്ക് മാനുവൽ മോഡിൽ ഓടിച്ച് നോക്കാം. വളരെ നല്ലൊരു റെസ്പോൺസാണ് മാനുവൽ മോഡിന് ലഭിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഇതുകൂടാതെ 110 bhpയും 200 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമുള്ള ഒരു 1.2 ലിറ്റർ ടർബോ പെട്രോളും കൂടിയുണ്ട് XUV 300ന്. മൈലേജ് നോക്കുകയാണെങ്കിൽ പെട്രോളിന് 17 kmpl ഡീസലിന് 20 kmpl കമ്പനി ക്ലെയിം ചെയ്യുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എൻകാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു വാഹനമാണിത്. കൂടാതെ 7 എയർ ബാഗ്, ABS, EBD, ESC എന്നിവ നൽകിയിട്ടുണ്ട്. സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഒരു വാഹനത്തിൽ നീ എയർ ബാഗ് വരുന്നത്. ഇനി പ്രൈസിങ് നോക്കുകയാണെങ്കിൽ പെട്രോൾ വേരിയൻറ്റിന് 8 ലക്ഷം രൂപ മുതൽ 11 ലക്ഷം രൂപ വരെയും ഡീസൽ വേരിയൻറ്റിന് 8.7 ലക്ഷം രൂപ മുതൽ 12 ലക്ഷം രൂപ വരെയുമാണ് എക്സ്-ഷോറൂം പ്രൈസിങ്. ഇനി നമുക്കൊരു പിസ്റ്റണൈസ്ഡ് സ്കോർ നൽകാം. ഡിസൈനും കംഫർട്ടിനും 7 മാർക്കും, സേഫ്റ്റിക്ക് 9ഉം ഡ്രൈവബിലിറ്റിക്കും ഫീച്ചേഴ്സിനും 8 മാർക്കുമാണ് നമ്മൾ നൽകുന്നത്. അങ്ങനെ മൊത്തം 39 മാർക്കാണ് XUV 300ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ XUV 300ൻ്റെ റിവ്യൂ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഗുഡ് ബൈ.